മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് പറഞ്ഞു കൊടുക്കുന്ന മനോഹരമായ ഉപദേശങ്ങൾ കാണാം. ആ ഉപദേശങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. ആരാണ് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു എന്നറിയുമോ? സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ പോലും അവിടുത്തെ പേര് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു 1000 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മഹാനാ. 1000 വർഷക്കാലമാണ് ഈ ഭൂമിയിൽ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരുന്നത്. 1000 കൊല്ലം ജീവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്തു. 1-2 പ്രവാചകന്മാരല്ല, 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനവറുകളുടെ ചരിത്രം എടുത്തു വായിച്ചു നോക്കണം. ഒരിക്കൽ യാത്ര പോകുകയാണ്. ഒരിക്കൽ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഉമ്മാൻ്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, ഉമ്മ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഉമ്മായിക്ക് എന്താ കൊണ്ടുവരണ്ടേ? നല്ല മക്കൾ അങ്ങനെ ഇപ്പോഴും പെണ്ണ് കെട്ടി മക്കളായാലും വാപ്പായും ഉമ്മായും ഉണ്ടെങ്കിൽ കടയിൽ പോയാലും എവിടെ പോയാലും ഉമ്മാനോട് പോയി ചോദിക്കും. അള്ളാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തൻ്റെ മാതാവിൻ്റെ അടുക്ക പോയിട്ട് ചോദിച്ചു, ഉമ്മ ഞാനൊരു യാത്ര പോകുകയാ, തിരിച്ചു വരുമ്പോൾ എൻ്റെ ഉമ്മായിക്ക് എന്താ കൊണ്ടുവരേണ്ടേ? അപ്പോൾ ഉമ്മ ഇങ്ങനെ മകനോട് പറഞ്ഞു, മോനെ തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വാ, എനിക്ക് വേണ്ടതാ. സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരാൻ മാതാവ് തൻ്റെ പൊന്നാര മകനോട് പറഞ്ഞു. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, സ്വർഗത്തിലെ മണ്ണാ വേണ്ടത്? അതേ മോനെ, അതിന് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഒന്നും കാത്തിരിക്കണ്ട. ഞാൻ യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എൻ്റെ ഉമ്മ കാത്തിരിക്കണ്ട. ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത്? ഉമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. തൻ്റെ മാതാവിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഉമ്മയുടെ കാലിങ്ങനെ പിടിച്ചു പൊക്കി. ഉമ്മയുടെ കാലിങ്ങനെ പിടിച്ചു പൊക്കിയിട്ട് ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇതാ സ്വർഗത്തിലെ മണ്ണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ലുഖ്മാൻ ആ ഉമ്മയുടെ കണ്ണ് നിറയുകയാണ്. തൻ്റെ പൊന്നാര മകൻ കാൽച്ചുവട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് മാതാവിൻ്റെ കയ്യിൽ പിടിച്ചു വെച്ച് കൊടുത്തിട്ട് ഇത് സ്വർഗത്തിൻ്റെ മണ്ണാണെന്ന് പറയുമ്പോൾ ഇതറിയാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂക്കുണ്ടോ ഈ കൂട്ടത്തിൽ? ഈ ഇരിക്കണ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവ് കൊണ്ട് പറയാനല്ലാതെ ഞാനോ നിങ്ങളോ ഉമ്മയോട് സ്നേഹമുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ നമുക്ക് സ്നേഹമുണ്ടോ? ആ ഉമ്മയ്ക്ക് നൽകേണ്ട പരിഗണന നമ്മൾ നൽകാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതൊക്കെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണാം. എന്തുകൊണ്ട് ഈ ചരിത്രം നിങ്ങൾ നോക്ക്. പ്രിയപ്പെട്ട മാതാവിനോട് പറഞ്ഞിട്ട് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് പോകുന്നത്. നമ്മളോ പെണ്ണുംപിള്ളയോട് പറഞ്ഞിട്ട് പോകും. ഉമ്മാനോട് പറയാറില്ല, ഭാര്യയോട് പറഞ്ഞിട്ട് പോകും. സത്യത്തിൽ നമ്മുടെ മാതാപിതാക്കൾ അവരാണല്ലോ, അവരുടെ പ്രാർത്ഥനയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു മാറ്റം വരുത്താൻ കാരണമായത്. ആ മാതാപിതാക്കളോട് കാണിക്കേണ്ട പരിഗണന നമ്മളിൽ പലരും കാണിക്കാറില്ല. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ. ചില ഭർത്താക്കന്മാർ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരലോകത്തിലെ ഏറ്റവും നശിച്ച 3 വിഭാഗമുണ്ട്. അള്ളാഹുവിൻ്റെ കോടതിയിലെ ഏറ്റവും നശിച്ച 3 വിഭാഗം. ആ 3 വിഭാഗത്തെ എണ്ണിപ്പറഞ്ഞപ്പോൾ അതിലെ ഒരു വിഭാഗം ചില ഭർത്താക്കന്മാരാ. എങ്ങനെയുള്ള ഭർത്താക്കന്മാർ? ഭാര്യയുടെ അടിമയായിട്ട് കഴിയുന്ന ഭർത്താക്കന്മാരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഭാര്യയുടെ അടിമയായി കഴിയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുടെ വാക്കു മാത്രം കേൾക്കുന്ന ചില ഭർത്താക്കന്മാർ, അവരാണ് നാളെ പരലോകത്ത് നിന്നിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. മഹാനായ അൽഖമ ചരിത്രം കാണാം. മഹാനായ അൽഖമ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സഹാബത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാൻ കഴിയുന്നില്ല. സ്വഹാബിയാണ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല. പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നാവ് പൊങ്ങുന്നില്ല നബിയെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത് ചോദിച്ചത് അൽക്കമ നിസ്കരിക്കാറുണ്ടോന്നാ. അപ്പം സഹാബികൾ പറഞ്ഞു, നബി 5 നേരവും നിസ്കരിക്കാറുണ്ട്. അപ്പം ചോദിച്ചു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ. എങ്ങനാ ഉമ്മായുമായിട്ട്? അപ്പം പറഞ്ഞു, നബിയെ ഉമ്മയോ വല്ലാത്ത സ്നേഹമാ, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്, ഉമ്മാനെ പൊന്നുപോലെ നോക്കുന്ന മകനാ. പക്ഷേ ഉമ്മായിക്കൊരു പരാതിയുണ്ട്. ഉമ്മയ്ക്ക് ആകെയുള്ളത് ഒരേ ഒരു പരാതി മാത്രമേ ഉള്ളൂ. എന്താ പരാതി? എന്ത് കാര്യവും ആദ്യം ഭാര്യയോടെ പറയാറുള്ളൂ, ഉമ്മാനോട് പറയാറില്ല. ആകെയുള്ള ഒരു പരാതി ഉമ്മയോട് പറയാറില്ലെന്നല്ല, എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം ഭാര്യയോട് പറയും, പിന്നെ ഉമ്മാനോട് പറയാറുള്ളൂ. ഇത് കാരണം ഉമ്മയുടെ മനസ്സിൽ ഒരു വല്ലാത്ത വേദനയുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മാനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഉമ്മാനെ കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മകന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്ക്. ഇല്ല നബിയെ, ഞാൻ അവനെ അത്രയും സ്നേഹിച്ചതാ, ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയതാ, എന്നിട്ടും അവനൊരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെക്കാലം സ്ഥാനം ഭാര്യയ്ക്കായിപ്പോയി. ഉമ്മാനെ തല്ലിയതിൻ്റെ പേരിലോ ഉമ്മയെ കണ്ണുനീര് കുടിപ്പിച്ചതിൻ്റെ പേരിലോ ഉമ്മാനെ പട്ടിണി കിട്ടതിൻ്റെ പേരിലല്ല, ഉമ്മയോടുള്ള സ്നേഹം കുറഞ്ഞുപോയി എന്ന് ഉമ്മയ്ക്കൊന്ന് തോന്നിയതിൻ്റെ പേരിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങിയില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ ഉമ്മയുടെ പൊരുത്തം കിട്ടിയതിന് ശേഷമാണ് അവിടുത്തെ നാവ് പൊക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എന്ന് ചരിത്രം പറയുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് 4000 പ്രവാചകന്മാരെ കണ്ട, 1000 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമ്മളോട് പറഞ്ഞു തരികയാ, 2 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാണ്. ആ മഹാനാണ് നമ്മളോട് പറയുന്നത് 4 കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. ആ 4 കാര്യങ്ങൾ, 2 കാര്യം നിങ്ങൾ ഒരു നിമിഷം പോലും മറക്കാൻ പാടില്ല. മരിക്കുന്ന സമയം വരെ, അസ്റായിലിനെ കണ്ടുമുട്ടുന്ന സമയം വരെ ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ ഓർത്തുകൊണ്ട് നടക്കണം. എന്നിട്ട് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, 2 കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു കളയണേ, നിങ്ങൾ ഓർക്കാൻ പാടില്ല. 2 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, 2 കാര്യങ്ങൾ നിങ്ങൾ മറന്നു കളയണമെന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. എപ്പോഴും ഓർക്കേണ്ട 2 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറയുകയാ, നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട 1ാമത്തെ കാര്യം, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, നിനക്കൊരു റബ്ബുണ്ടെന്ന് നീ എപ്പോഴും ഓർക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരുമ്പോ ഒരു നിമിഷം പോലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യമാ. നമുക്കൊരു സൃഷ്ടാവുണ്ട്, നമുക്കൊരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ മുന്നിൽ നാളെ പോയി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിനെ കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കുമല്ലോ. ആ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടവരാണെന്നുള്ള ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ എത്ര പേരാണ് അള്ളാഹുവിനെ ഓർക്കുന്നത്? അങ്ങനെ ഒരു ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, എനിക്കോ നിങ്ങൾക്കോ അള്ളാഹുവിനെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ പോയി നിന്നിട്ട് അള്ളാഹു ജീവിതത്തിൽ ചെയ്തത് മുഴുവനും നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമെന്നുള്ള ഒരു ബോധം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അതാ വിജയത്തിലേക്ക് വായെന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് വിളി കേൾക്കുമ്പോ എങ്ങനെയാ സഹോദരാ നിനക്ക് പള്ളിയിൽ കയറാതിരിക്കാൻ കഴിയുന്നത്? ആ അള്ളാനെ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വെള്ളിയാഴ്ച മാത്രമല്ല ആള് കൂടുന്നത്,
പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വലിയ തിരക്കാ. ബാക്കിയുള്ള വക്കത്തുകൾക്കൊന്നും ഈ പള്ളി വരുന്നവരെ പലരെയും കാണാറില്ല. എന്താ ആഴ്ചയിൽ ഒരു നേരം മാത്രം നിസ്കരിച്ചാൽ മതിയോ? എന്തേ ബാക്കിയുള്ളവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? ജുമാ മാത്രം പള്ളി വരും, ബാക്കിയൊക്കെ ഇങ്ങനെ നടക്കാം. അള്ളാഹിനെ കുറിച്ച് ഓർമ്മയുള്ള ഒരു മനുഷ്യന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? എന്താ വെള്ളിയാഴ്ച നിസ്കാരത്തിന് മാത്രം പ്രത്യേകത? എന്താ ബാക്കി നിസ്കാരത്തിന് പ്രത്യേകത ഒന്നുമില്ല? സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ ഇല്ല. വെള്ളിയാഴ്ച 12:30 ആകുമ്പോൾ കുളിച്ചൊരുങ്ങി വരും, കയറിപ്പോകും. ഇത്ര തന്നെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ, നിന്നെ പടച്ച ഒരു അള്ള നിനക്കുണ്ടല്ലോ. ആ അള്ളാഹുവിൻ്റെ മുന്നിൽ നീ പോയി നിൽക്കേണ്ടവനാണല്ലോ. അള്ളാഹു നിന്റെ അടുക്കൽ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുമല്ലോ. ഈ ബോധമുണ്ടെങ്കിൽ നിനക്ക് പള്ളി കയറാതിരിക്കാൻ പറ്റുമോ? നിനക്ക് ഖുർആൻ ഓതാനിരിക്കാൻ പറ്റുമോ? നിനക്ക് തോന്നിവാസം കാണിച്ച് നടക്കാൻ പറ്റുമോ? ഈ പെണ്ണുങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അള്ളാഹുവിൻ്റെ ഖുർആനും ദിക്റുകളും പറയേണ്ട സമയത്ത് സീരിയലും സിനിമയും കളിയും തമാശയുമായി എനിക്കും നിങ്ങൾക്കും ചിലവഴിക്കാൻ കഴിയുമോ? എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വേണം. ഒരു പേടി. ആ പേടി നമുക്കില്ല. നമുക്കെന്തേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു 1 വർഷമാകാറായി കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം തന്നു. മരുന്നുണ്ടോ? ഇല്ല. മരുന്നുണ്ടോ? ഇല്ല. പേടി. അടുത്തുപോലും പോകുന്നില്ല, പള്ളിക്കകത്ത് കയറുന്നില്ല, ഭാര്യയ്ക്ക് പിടിച്ചാ ഭാര്യ പരിസരത്ത് പോലും കയറ്റുന്നില്ല. എന്നാലിച്ചു നോക്കിക്കേ, അള്ളാഹു ആരാ? നമ്മളെ നന്നാക്കാൻ അള്ളാഹു തീരുമാനിച്ച പടച്ചവൻ നമ്മളെ നന്നാക്കും, നമ്മളെ പഠിപ്പിക്കും. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കും, റബ്ബിനോട് നന്ദികേട് കാണിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ശിക്ഷകൾ തന്നുകൊണ്ടിരിക്കുകയാ. എത്രയോ നാളായി വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പള്ളിയുടെ മുന്നിൽ നിന്ന് ആൾക്കാർ പറഞ്ഞു, ഉസ്താദേ ഇവിടെയൊക്കെ പള്ളിയുടെ മുന്നിലൊക്കെ വെള്ളം കയറി. പഠിച്ചോ ഞാനോ നിങ്ങളോ? വെള്ളപ്പൊക്കമുണ്ടായി, കൊടുങ്കാറ്റടിച്ചു, സുനാമി വന്നു, നിപ വന്നു, ഇങ്ങനെ കൊറോണ വന്നു. ഇത് വന്നിട്ടും പഠിക്കണില്ല. ഇപ്പോൾ പറയുന്നു കൊറോണയുടെ 70 ഇരട്ടി ശക്തിയുള്ളത് അടുത്ത വരുന്നെന്ന്. ഒന്ന് ആലിച്ചു നോക്കിക്കുക സഹോദരങ്ങളെ. എന്തുകൊണ്ട്? അഹങ്കാരം കൂടി. ഒരു മാസ്ക് വിട്ടിട്ട് നീ ഇങ്ങനെ നടക്കുക. ഒരു മാസ്ക് വിട്ടിട്ട് നീ വിചാരിക്കുന്നത് ഈ മാസ്ക് കൊറോണയെ തടയൂന്ന. നിന്നെ തടയൂന്ന് ആരാ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ബോധം വേണം. അള്ളാഹുവിനെ പേടിക്ക്. രോഗത്തെയല്ല ഭയക്കേണ്ടത്. രോഗം തരുന്നവൻ അള്ളാഹുവാണ് രോഗം തരുന്നവൻ. ഈ രോഗം വന്ന് മരിച്ചുപോയാൽ നിനക്ക് സ്വർഗം തരാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന സമയത്ത് തന്നെ അള്ളാഹു എൻ്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മരണം എപ്പോഴാണ്, ഏത് സമയത്താണ്, ഞാൻ എങ്ങനെയാ മരിക്കുന്നതെന്ന് എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നു മാസങ്ങളായപ്പോൾ തന്നെ അള്ളാഹ് എഴുതി വെച്ചിരിക്കുക. ഞാൻ മാസ്ക് ഇട്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ പള്ളിക്കകത്ത് കയറാതിരുന്നിട്ട് കാര്യമുണ്ടോ? വരണമെന്ന് പറഞ്ഞാൽ വരും. അത് അള്ളാഹുവിൻ്റെ തീരുമാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഭയന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സുഖം നമുക്ക് വരില്ല. പള്ളിക്കകത്ത് കയറി 5 നേരം നിസ്കരിക്കാൻ വയ്യ, നിസ്കാരമില്ല. കച്ചവടവൻ കടയുമായിട്ട് പരക്കം പായ്യ. ജീവിക്കണം ഉസ്താദെ, മക്കൾ വളർന്നു ഉസ്താദെ, വീടില്ല ഉസ്താദെ, അതുപോലെ തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിനൊടുക്കണം ഉസ്താദെ. ഇതാ നിന്റെ ചിന്ത. എന്തിനാ കടന്ന് ഈ പരക്കം പായണേ? എന്തിനാ കടന്നിട്ട്? എല്ലാവരും കടന്ന് നെട്ടോട്ടം ഓടുന്നത് കുടുംബത്തെ പോറ്റാൻ. എല്ലാവരും കിടന്നിട്ട് നെട്ടോട്ടം ഓടുന്നത് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ. എന്നാൽ നിനക്കൊക്കെ ഈ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 നേരം അള്ളാഹുവിൻ്റെ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. എന്തേ ഖുർആൻ ഓതാത്തത്? നിനക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനുള്ളതല്ല. നമസ്കരിക്കും മനുഷ്യ. ആ നമസ്കരിക്കുന്നവൻ അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം 2 പ്രതിഫലമാണ്. വ്യക്തമായിട്ട് സൂറത്തു ത്വാഹ അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്തു വെച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അള്ളാഹ് പറയുകയാ, ആരെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ, അള്ളാഹ് പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ, എടാ നിനക്കും നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്ത, ഒരു പള്ളിയുടെ മുന്നിലും നീ തെണ്ടാൻ പോണ്ട, ഒരു പണക്കാരൻ്റെ വീട്ടിലും യാചിക്കാൻ നീ പോകണ്ട, ഒരു കമ്മിറ്റി ഓഫീസിൻ്റെ ലെറ്റർ പേഡും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണ്ട. നിൻ്റെ മക്കളെ കെട്ടിക്കണോ, നിനക്ക് വീട് വെക്കണോ, നിനക്ക് കഴിക്കാൻ ഭക്ഷണം വേണോ, മരിക്കുന്ന കാലം വരെ നീ ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും ഭക്ഷണം ഞാൻ തരാമെന്ന് ഈ ലോകം പടച്ച അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, മരിക്കുന്ന കാലം വരെ നിനക്കും നിൻ്റെ മക്കൾക്കും ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യാന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കേ.
ചെയ്യാൻ ആഗ്രഹമുള്ളവർ. ഇല്ല ഉസ്താദെ ഞാൻ കൈനീട്ടി ജീവിച്ചോളാം, അങ്ങനെയുള്ളവർ പൊക്കണ്ട. നാട്ടുകാരുടെ മുന്നിൽ തെണ്ടി ജീവിക്കാമെന്ന് കരുതുന്നവർ പൊക്കണ്ട. ഈ പറയുന്ന ഒരു കാര്യം ചെയ്യാൻ മനസ്സുള്ളവർ കൈപൊക്കിക്കേ. പൊക്കിയോ? അള്ളാഹുവെ പടച്ചവനെ, ആരെല്ലാം ഈ കൈ ഉയർത്തിയോ മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യൻ്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് ഈ കൈ പൊക്കിയവർക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. അള്ളാഹുവെ, ഈ ഉയർത്തിയ കൈകൊണ്ട് ഹൗദുൽ കൗസറിൽ നിന്ന് മുത്തുനബിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ പൊക്കിയ കൈകൊണ്ട്, വലത് കൈകൊണ്ട് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, മരിക്കുന്ന സമയം ഇതിൻ്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കൈ പൊക്കാത്തവർ എന്തോ അവർ വിചാരിച്ചു ചിലപ്പോൾ ഉസ്താദ് പൈസ ചോദിക്കാൻ പോവായിരിക്കും, അതുകൊണ്ടാണ് പൊക്കാത്തേ. പലർക്കും പേടി, ഇങ്ങനെ പിരിവ് തുടങ്ങാൻ പോവാടാ, വീടിൻ്റെ പ്രമാണമൊക്കെ ചോദിക്കും. പെണ്ണുങ്ങൾ വിചാരിക്കും ഉസ്താദ് സ്വർണം ചോദിക്കാൻ പോവാണ്, അതുകൊണ്ടാണ് കൈ പൊക്കാത്തത്. നീ അങ്ങനെ തന്നെ ഇരുന്നോ. അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അല്ല പറയുന്നു, മരിക്കുന്ന കാലം വരെ നിനക്കും നിൻ്റെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? പൈസ ഒന്നും വേണ്ട, എൻ്റെ ഒന്ന് 5 നയാ പൈസ അള്ളാഹ്ക്കും വേണ്ട, എനിക്കും വേണ്ട. ചെയ്തൂടെ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹുവെ, ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നു, ഈ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറ. നിങ്ങൾ ഇത്തിരി സൗണ്ട് കുറച്ചിടാ മക്കളെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറ. ഒന്നുകൂടെ. അപ്പം ഈ പറയുന്ന ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുള്ളവരെന്ന് കൈപൊക്കിക്കേ. ആ പൊക്കാത്തവനെ എനിക്ക് കാണേണ്ടത്. അവൻ തെണ്ടാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. നാട്ടുകാരുടെ മുന്നിൽ അരക്കയ്യന്മാരൊന്നും വേണ്ട, പൊക്കുന്നവർ നല്ല പോലെ പൊക്കിക്കോ. ആ പൊക്കാത്തവനെ ഒന്ന് നോക്കിക്കോ. ഓനെ ഇനി എവിടെയെങ്കിലും കാണാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് നോക്ക്. നിങ്ങൾ വിചാരിക്കും പള്ളിക്ക് 20 ലക്ഷം രൂപ കടമുണ്ടെന്ന്. അതല്ല, അള്ളാടെ പള്ളിയുടെ കടം അള്ള നോക്കിക്കൊള്ളും. ഒന്നുമില്ലാതെ കിടന്ന ഈ സ്ഥലത്ത് ഇത്രയും മനോഹരമായ ഒരു പള്ളി കൊണ്ടുവന്നത് അള്ളയല്ലേ മനുഷ്യ. ഇനിയുള്ള കടം അള്ളാഹ് നോക്കിക്കൊള്ളും. നീൻ്റെ പൈസ വേണ്ട. നീ പൈസ കൊടുക്കണമെന്ന് തീരുമാനിച്ചാലും അള്ളാഹു എടുക്കത്തില്ല. അതിനും ഒരു യോഗം വേണം. കാരണം ഹറാമായ പൈസ അള്ളാഹ്ക്ക് വേണ്ട. പലിശക്കാരൻ്റെ പൈസ അള്ളാഹിന് വേണ്ട. ലോട്ടറി എടുക്കുന്നവൻ്റെ പൈസ, ലോൺ എടുക്കുന്നവൻ്റെ പൈസ, പണയം വെച്ചവരുടെ പൈസ അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് ഹലാല് മാത്രം മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതിരിക്കണോ? മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ കിടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരുത്തൻ്റെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഭർത്താവിന് ജോലി ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, എന്തുമാകട്ടെ, മരിക്കുന്ന കാലം വരെ ഈ നാട്ടിലെ ഒരു വീടിൻ്റെ അകത്ത് പട്ടിണി ഉണ്ടാകില്ല. അത് ഏത് വീടെന്നറിയുമോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി ഫസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാ. സംശയമുണ്ടോ? കൈപൊക്കാൻ മടിച്ചവര്, എടാ നീ ഇന്ന് പോയിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുക്ക്. ആ ഖുർആനിൽ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. അതിന്റെ 132-ാമത്തെ ആയത്ത് അല്ലെങ്കിൽ 135-ാമത്തെ ആയത്ത് നിനക്ക് ഓതാൻ അറിയുമെങ്കിൽ എടുത്തു വെച്ചിട്ട് പോതി നോക്ക്. ഞാനല്ല പറഞ്ഞത്, നിന്നെ പടച്ച അല്ലാഹ്, എന്നെ പടച്ച അല്ലാഹ്, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ്, ആ അല്ലാഹയാണ് പറയുന്നത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. ഖുർആൻ ഓതാൻ അറിയുമെങ്കിൽ, അർത്ഥം വെക്കാൻ അറിയുമെങ്കിൽ വീട്ടിൽ പോയിട്ട് തുറന്നു നോക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ട്രെയിനിൽ കയറി വന്നു, പക്ഷെ ഞാൻ വന്ന വണ്ടി ഇപ്പോഴും ആലപ്പുഴ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഉറങ്ങാത്തത് കാരണം എന്തോ ചെറിയ BP കുറഞ്ഞതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. കുഴപ്പമൊന്നുമില്ല. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
എനിക്കിപ്പോൾ ഇവിടെ നിന്ന് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അള്ളാഹു നല്ല മരണം എനിക്ക് നൽകുമാറാകട്ടെ. ഓ പിശുക്കന്മാർ, ഒരാമീൻ പറ. അങ്ങാർക്ക് അങ്ങനെ ഓസിന് നല്ല മരണം. നിങ്ങളൊരു ആമീൻ പറ. എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല, എനിക്ക് മരിച്ചാൽ സ്വർഗത്തിൽ പോയാൽ മതി. അതിനെന്താ വഴിയുണ്ടെങ്കിലും ഞാൻ നോക്കും. ഒരാമീൻ പറഞ്ഞേ. നിങ്ങൾക്ക് ഒരാമീൻ പറയാൻ മടിയെന്തെന്നറിയോ? ഉസ്താദ് ഇപ്പം മരിക്കാറൊന്നും ആയില്ലല്ലോ അല്ലേ? നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് നമ്മളാരും മരിക്കാറായില്ലെന്ന്. ആരാ പറഞ്ഞേ? ഉസ്താദന്മാരോട് ചോദിച്ചു നോക്ക്. ഒരാളുടെ മരണം അടുത്തു എന്നറിയാൻ വല്ല വഴിയുണ്ടോ? അടയാളമുണ്ടോ? എൻ്റെ മരണം അടുത്തു എന്ന് എനിക്ക് ഉറപ്പാണ്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എൻ്റെ മരണം അടുത്തു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഉസ്താദിന് ഉൾക്കാഴ്ച വല്ലതും ഉണ്ടോ എന്ന്. ഉൾക്കാഴ്ചയൊന്നും വേണ്ട. ഒരു മനുഷ്യൻ്റെ മരണം അടുത്തു എന്ന് ഉസ്താദിൻ്റെ ഉസ്താദിന് ഉസ്താദിൻ്റെ മരണം അടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒയിരിക്കുന്ന നിങ്ങളിൽ ചിലരുടെയൊക്കെ മരണം അടുത്തിട്ടുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ മരണത്തിന് 3 അടയാളമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര അടയാളം? വിശ്വസിക്കാൻ വല്ല മടിയുണ്ടോ? മരണത്തിന് 3 അടയാളമുണ്ട്. ഞാൻ പറഞ്ഞു തരട്ടെ. മാസ്ക് ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാ. ഞാനൊരു 3 അടയാളം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ കേൾക്കാൻ? വേണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈ പൊക്കിക്കേ. പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്രായിൽ പൊക്കും. നീ കൈ പൊക്കോ പൊക്കാതിരിക്കോ, ആര് പൊക്കിയിരിക്കും? അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് വല്ലാഹി നിന്നെ പൊക്കും. അള്ളയാ പറഞ്ഞത് പൊക്കൂന്ന്, ഞാനല്ല. നമ്മളിപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ആഡിറ്റോറിയത്തിൻ്റെ ഈ കാണുന്ന ഹാള് മുഴുവനും, ഹാളിൻ്റെ ചുറ്റുഭാഗം മുഴുവനും മലക്കുകൾ നിൽക്കുന്നുണ്ട്. നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? നോക്ക് ചങ്ങായിമാരെ, കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നിനക്കതിനുള്ള യോഗം ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് കാണാൻ പറ്റാത്തത് നമ്മുടെ പോരായ്മ. അള്ളയല്ലേ പറഞ്ഞ് കാണുമെന്ന് ലൈവായിട്ട്. അസ്രായിലിനെയും തൻ്റെ കൂടെ വരുന്ന മലക്കിനെ സിറാജും കാണും, നിങ്ങളും കാണും. അള്ളാഹു നല്ലതുപോലെ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം മരണത്തിൻ്റെ 3 അടയാളം ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഈ അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ കഫൻ തുണി വാങ്ങിക്കണം. ഈ പറയുന്ന അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്കുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ, നാളെ രാവിലെ തന്നെ പോയിട്ട് എഴുന്നേക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. താത്ത ഇനി ഫർദൊന്നും വാങ്ങണ്ട കേട്ടാ. പള്ളിയിൽ പോയി നമ്മുടെ നല്ല കടയിലെങ്ങാനും പോയിട്ട് അമ്പലപ്പുഴയിലോ ഹരിപ്പാടോ എവിടെങ്കിലും പോയിട്ട് നിന്നെ പൊതിയാനുള്ള ഹലാലായ പൈസ കൊടുത്ത് കഫൻ തുണി വാങ്ങിച്ചോ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. ധൈര്യമുണ്ടാ? ധൈര്യമുണ്ടാ? മരണത്തിൻ്റെ അടയാളമാണ് പറയണേ, ഊട്ടി പോകുന്നതിൻ്റെ അല്ല. ഈ പറയുന്ന അടയാളം നിനക്ക് വന്നിട്ടുണ്ടോ ഇല്ലേന്നാ? വേണോ വേണ്ടേ? മക്കളെ നിങ്ങളും ഉണ്ടായില്ലടാ ചങ്ങായിമാർ. നിങ്ങൾ കുറേ കാലം ജീവിക്കേണ്ടവരല്ലേ. പിള്ളേരെ എന്തെങ്കിലും പറയാൻ പേടിയാ, കാഞ്ഞ ബുദ്ധിയവന്മാർക്കൊക്കെ. കാരണം ഞാനിങ്ങനെ തിരുവനന്തപുരത്തൊരു പള്ളി ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ മകൻ ഒറ്റയ്ക്കാണ് വരുന്ന സ്കൂൾ വിട്ടിട്ട്. ഇവൻ മാത്രം എന്നും ഒറ്റയ്ക്കും വരും. ഇവൻ്റെ വാപ്പ ഇത്തിരി ഡ്രിങ്ക് അടിക്കുന്ന ആളാണ്, ഈനാമ്പച്ചിക്കാണല്ലോ. അപ്പോൾ വാപ്പ ഇവനോട് ചോദിച്ചു, എടാ നിൻ്റെ കൂട്ടുകാരെല്ലാവരും കൂട്ടം കൂട്ടമായിട്ടാണ് വരുന്നത്, നീ മാത്രം എന്താടാ ഒറ്റയ്ക്ക് വരുന്നേ? അവൻ പറയുക, പന്നികൾ കൂട്ടം കൂട്ടമായിട്ട് വരും, സിംഹം ഒറ്റയ്ക്ക് വരത്തുള്ളെന്ന്. ഈ കൂട്ടം കൂട്ടമായിട്ട് വരുന്നത് പന്നികൾ, സിംഹം എങ്ങനെ ഒറ്റയ്ക്കല്ലേ വരത്തുള്ളെന്ന്. വാപ്പ ഗുഡ് ബോയ് എന്ന്. അതാ വാപ്പ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. ആമീൻ പറയുടെ ചങ്ങായിമാരെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. കാരണം ചില കുട്ടികളുടെ മറുപടിയൊക്കെ കേട്ടാൽ അറ്റാക്ക് വരും. ചില കുട്ടികളുടെ മറുപടിയൊക്കെ കേട്ടാൽ അറ്റാക്ക് വരുന്ന രീതിയിലുള്ള മറുപടികൾ അവന്മാരൊക്കെ പറയണേ. ശരി, ഉസ്താദ് 2ാം ക്ലാസ്സിൽ ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുക ഖിയാമത്ത് നാളിൻ്റെ അടയാളം. ഖിയാമത്ത് നാളിൻ്റെ അടയാളം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, ഖിയാമത്ത് നാൾ അടുത്ത് വരുമ്പോൾ പെണ്ണുങ്ങൾ കൂടും, ആണുങ്ങൾ കുറയും. ഇപ്പം ചെറിയ പിള്ളേരല്ലേ, അവന്മാർക്ക് വല്ലതും മനസ്സിലായി. അപ്പോൾ ഉസ്താദ് ചെറുപ്പക്കാരനായതുകൊണ്ട് കുട്ടികളോട് പറഞ്ഞു, എടാ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ആണുങ്ങളെ കിട്ടൂല, പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാൻ പോലും ആണുങ്ങളുണ്ടാകില്ല. ഉസ്താദ് പറയും, അന്നത്തെ സെൻസസ്, ഇപ്പോഴത്തെ സെൻസസാ പേടി. എന്നാൽ ആ കാലഘട്ടത്തിൽ സെൻസസ് എടുത്താൽ ഒരാണിന് 50 പെണ്ണ്. ഇങ്ങനെ സെൻസസ്, ഒരാണിന് 50 പെണ്ണ് എന്ന് പറഞ്ഞാൽ
BP കുറഞ്ഞെന്ന് തോന്നുന്നു. അതിനല്ലേ ഉപ്പ് കഴിക്കണേ? അതോ മധുരമാണ്? എന്താപ്പാ? ശരീരം വിയർക്കുന്ന, അതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഒരാണിന് 50 പെണ്ണ്, അത്രയും ആണുങ്ങൾ കുറയും, പെണ്ണുങ്ങൾ കൂടും. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, മക്കളെ, പെണ്ണുങ്ങളൊക്കെ റോഡിൽ കിടന്ന് വ്യഭിചരിക്കും. അന്നത്തെ ചരിത്രമെന്ന് പറയുന്നത്, ഇന്ന് ആണുങ്ങൾ പെണ്ണുങ്ങളെ തേടി പോകും, അന്ന് പെണ്ണുങ്ങൾ ആണുങ്ങളെ തേടി വരും. അന്ന് അള്ളാനെ പേടിയുള്ള ചെറുപ്പക്കാർ പെണ്ണുങ്ങൾ വരുമ്പോൾ ഓടൂന്നാ, രക്ഷപ്പെടാൻ വേണ്ടി മരത്തിൻ്റെ മുകളിലൊക്കെ കയറും. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ചെറിയ പയ്യൻ പുറകെ ബെഞ്ചിൽ ഇരുന്നിട്ട് തൻ്റെ കൂട്ടുകാരനോട് പറയുക, അളിയ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണം. അല്ലാഹു 50 പെണ്ണുങ്ങൾ പുറകെ വരുന്ന കാലം. അവൻ്റെ വാപ്പ വർണ്ണത്തിനെ കൊണ്ട് സക്കറാത്തിൻ്റെ പരിവരിക്കുക. ഒരെണ്ണത്തിനെ കെട്ടിയിട്ട് ആ മനുഷ്യൻ കിടന്ന് പെടുന്ന പാട് അയക്കറിയത്തുള്ളൂ. അതാ ഇന്നത്തെ മക്കൾ. നിങ്ങളാരും പോയി ഒന്നും ചോദിച്ചേക്കല്ല കേട്ടാ, അള്ളാനെ ഓർത്ത് ആവശ്യമില്ലാത്ത. കാരണം വെറുതെ ശശിയായി പോയി. മാറാ മറുപടി അങ്ങനെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. എന്താ ഞാൻ പറഞ്ഞേ? എന്താ പറഞ്ഞേ? റെഡിയല്ലേ? നേരെ ഇരിക്ക്, കസേരയിൽ നിന്ന് തറങ്ങി വീഴണ്ട. ചിരി എല്ലാത്തിൻ്റെ ചിരി ഇപ്പം തീരും. ഇത് അവസാനത്തെ ചിരിയാ കേട്ടോ. എൻ്റെ പെങ്ങന്മാരൊക്കെ നല്ല ചിരിച്ചോ, അൽഹംദുലില്ലാ, ഇപ്പം തീരും. ഒന്നാമത്തെ അടയാളം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഈ തലയിലും താടിയിലും നോക്ക്. ഈ കാണുന്ന തലയിലെയും താടിയിലെയും കറുത്ത രോമത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നിന്റെ യാത്രയ്ക്ക് തയ്യാറായിക്കോ, കഫൻ തുണി വാങ്ങിച്ചു വെച്ചോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ അടയാളം? ഒരു മുടി, ഒരേ ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ വാപ്പാ നിന്നെ പള്ളിക്കുഴി വെക്കാൻ സമയമായി, ഒരുങ്ങിക്കോ. എൻ്റെ താത്താമാരൊക്കെ നോക്കിക്കോ, ഒരു തലമുടി നരച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും നിന്റെ യാത്ര സമയമായി, നീ റെഡിയായിക്കോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരെണ്ണമല്ല ഉസ്താദെ, സർവ്വതും നരച്ചു. ഒരു മുടിയല്ല, ഏകദേശം ഉള്ളത് മൊത്തവും നരച്ച്. ആദ്യമൊക്കെ എവിടെങ്കിലും ഒന്ന് നരയ്ക്കുമ്പോൾ ഇതൊന്ന് പറിച്ച് ആമിന ഇങ്ങനെ പിഴുത് കളയുക. വെട്ടിയാ തിരിച്ചു വരുന്നത് കാരണം ഇങ്ങനെ പറിച്ച് കളയുക. പിന്നെ ഒരുപാടായപ്പോൾ പെയിൻ്റ് അടിച്ച് നോക്കി, പറ്റണില്ല. ഇപ്പം മൈലാഞ്ചി അടിച്ചുകൊണ്ട് നടക്കാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒരാളെ ജോലിക്ക് നിർത്തി. എന്തേ? ഉമറെ മരിക്കൂന്ന് പറയാൻ വേണ്ടി മാത്രം. ഒരു ദിവസം പറഞ്ഞു, നിൻ്റെ പണി കഴിഞ്ഞ് പൊക്കോളാൻ. എന്തേ ഉപ്പ നമ്മളെ പറഞ്ഞു വിടണേ? എടാ, ഇനി മരിക്കുമെന്ന് ഓർമ്മിപ്പിക്കാൻ ആൾ വേണ്ട. ഇതാ ഒരു മുടി നരച്ചു. ഈ മുടി ഓർമ്മിപ്പിക്കും. നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ മരണം അടുത്തു, തയ്യാറായിക്കോ, ഒരുങ്ങിക്കോ, കഫൻ തുണി വാങ്ങിച്ചു വെച്ചോ, പൊരുത്തം ചോദിച്ചോ, കടം വീട്ടിക്കോ, ഇബാദത്തുകൾ അധികരിപ്പിച്ചോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സമാധാനമായില്ലേ? ഒരെണ്ണം കേട്ടപ്പോൾ തന്നെ തീരുമാനമായി. ഇനി ബാക്കി രണ്ടും കൂടെ കേട്ടിട്ട് ഉള്ള ഉറക്കം കളയണ്ട. ഒരെണ്ണം പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഉള്ളതിൻ്റെയൊക്കെ കാര്യത്തിൽ തീരുമാനമായി. ഇനി രണ്ടെണ്ണം കൂടെ പറഞ്ഞിട്ട് ഈ പുള്ളന്മാരെ കൂടെ എന്തിനാ പേടിപ്പിക്കുന്നേ? അതുകൊണ്ട് അത്രയും മതി, ഒരുങ്ങ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വേണമെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. ഇനിയിപ്പോൾ എന്താ? അതെന്തെന്നറിയോ? അടുത്തവൻ്റെ മുടി നരച്ചിട്ടില്ല. അപ്പോൾ ഉസ്താദ് എൻ്റെ കാര്യത്തിൽ തീരുമാനമായി, ഓൻ്റെ കൂടെ ഒന്ന് അറിയാനുള്ള ആഗ്രഹം. എന്തായാലും എൻ്റെ മുടി നരച്ചു, എനിക്ക് തീരുമാനം. ഇപ്പം പെണ്ണ് അതാ അപ്പം തൊട്ടടുത്തിരിക്കണത് അമ്മായി അമ്മയാ. മരുമോള് നോക്കാ, കുഴിയെടുക്കാറായി. അൽഹംദുലില്ലാ, സന്തോഷം. അപ്പം അമ്മായിയമ്മ പറയണത്, ഉസ്താദേ ഉള്ള കാര്യം കൂടെ ഒന്ന് പറ, ഒന്ന് കേൾക്കട്ടെ, ഓക്കും സമയമായോ ഒന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. ഒറ്റ കാര്യം ചെയ്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്തൂടെ? എന്തായാലും പള്ളിക്കുഴി പോകുന്നതിന് മുമ്പ് ചെയ്തിട്ട് വെക്കോ. ചെയ്തൂടെ? ഉറക്കപ്പറ. ഞാൻ ഇത്രയും പറഞ്ഞത് നിന്നെ കൈ പൊക്കിപ്പിക്കാനാ. പൊക്കിക്കേ നീ ചെയ്യുന്നവരൊക്കെ.
ഈ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുള്ളവർ കൈവക്ക്. അൽഹംദുലില്ലാ. നീ ആലോചിക്ക്, പൊക്കണോ വേണ്ടയോ എന്ന് കൊടി പൊക്കണ പോലെ. ഇങ്ങനെ നീട്ടണമെന്നാ നീ തീരുമാനിക്കണേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും പടച്ച റബ്ബ് ഭക്ഷണം തരും. എന്ത് ചെയ്യണമെന്നറിയുമോ? അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നമസ്കരിച്ച മരിക്കുന്ന കാലം വരെ അള്ളാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല പറയുക, തലകുത്തി ഒന്ന് നിൽക്കണ്ട, നിസ്കരിച്ചാൽ മതി, ഞാൻ തരും ഭക്ഷണം. നഹ്നു നർസുഖുക, ഞാൻ ആ റിസ്ക് തരുന്നവൻ, നീയല്ല. അല്ല എന്നോട് പറയുന്നു, സിറാജെ നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാൻ. നിങ്ങളുടെ പള്ളിയിലെ വയ്യാത്തൊരു ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇവിടുത്തെ ഉസ്താദ്, ഇവിടുത്തെ ഉസ്താദ് നേരെ ചൊവ്വ നടക്കാൻ പോലും വയ്യ, നേരെ ചെയ്യുമ്പോൾ നടക്കാൻ പോലും വയ്യാത്ത ഈ ഉസ്താദന്മാരാരെങ്കിലും പട്ടിണി കിടപ്പുണ്ടോപ്പാ? ഏതെങ്കിലും പള്ളിയിലെ മുഅദ്ദിൻ പട്ടിണി കിടക്കുന്നുണ്ടോ? ഇല്ല. ശമ്പളം എത്ര? 10,000. കൊറോണ വന്നപ്പോൾ 5,000. കൊറോണ വന്നപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ പഠിച്ചു. എന്താ പറയണത്? ഉസ്താദെ ഒന്നീ വീട്ടിൽ പൊക്കോ, ഇല്ലെങ്കിൽ പകുതി ശമ്പളം. മാസവരി എല്ലാ മാസവും വേണം കേട്ടോ, അത് വേറെ. മാസവരിക്ക് കുഴപ്പമൊന്നുമില്ല, നീട്ടി നീട്ടി മേടിക്കാനറിയാം. പക്ഷെ ഉസ്താദിൻ്റെ കഞ്ഞി പാറ്റ വാരിയിട്ടു. എന്നാൽ ഏതെങ്കിലും ഉസ്താദന്മാർ പട്ടിണി കിടക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്ത്? നിൻ്റെ വീട്ടിൽ ആകെ ഉള്ളത് ഒരു പെങ്കൊച്ച്, നീ 11 വയസ്സേ ആയുള്ളൂ, നീ ഇപ്പോഴും കാള കഷ്ടപ്പെടാം. എന്താ? കെട്ടിക്കണം, മോള് വളർന്നു വരുന്നു, കെട്ടിക്കണം, ഇങ്ങനെ നടക്കാം. എന്നാൽ പള്ളിയിലെ ഖത്തീബ്, പള്ളിയിലെ പാവപ്പെട്ട ഉസ്താദിന് 3 പെമ്മക്കൾ, പിരിവെടുത്തിട്ടാ കെട്ടിച്ചേ. നിങ്ങളുടെ വാപ്പ ഇപ്പം ആകെ നിനക്കൊരു മോള് വന്നപ്പോൾ നിനക്ക് ടെൻഷൻ. നിൻ്റെ വാപ്പ 3 എണ്ണത്തിനെ കെട്ടിച്ചു. എന്താ, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടാ? അല്ല. എങ്ങനെ കെട്ടിച്ചു? എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ല പറഞ്ഞതാ 5 നേരം നിസ്കരിക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. അല്ല പറയുന്നു 5 നേരം നീ നിസ്കരിക്ക്. നീ മാത്രം നിസ്കരിച്ചാൽ പോരാ, പെണ്ണും പിള്ളയും മക്കളെയും കൊണ്ട് നിസ്കരിപ്പിക്കണം. അല്ലാതെ ആമിനായിക്ക് ചുരിദാറും മാക്സിയും മാത്രം വാങ്ങിക്കൊടുത്താൽ പോരാ, ഓളടെ കൊടുത്തിട്ട് നിസ്കരിക്കാൻ പറയണം. സുബഹിക്ക് വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കണം, മക്കളെ നിസ്കരിപ്പിക്കണം. നീ അങ്ങനെയല്ല, നീ നേരെ പള്ളിയിൽ പോയി നിസ്കരിക്കും, ആമിന കിടന്നുറക്കം. അള്ളാൻ്റെ ഖുർആൻ പറഞ്ഞത് ഖു അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹന്നാസു വൽ ഹിജാറ. സിറാജെ ഒറ്റയ്ക്ക് പോടാന്നല്ല പറഞ്ഞേ, സ്വർഗത്തിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാനല്ല പറഞ്ഞേ, പെണ്ണും പിള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോടാന്നാ പറഞ്ഞേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 നേരം നിസ്കരിക്ക്. മരിക്കുന്ന കാലം വരെ നിനക്ക് അള്ളാഹു പട്ടിണി തരില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞത്, ബാങ്ക് വിളിച്ച എവിടെ പോകണം? കടയും കച്ചവടം എന്ത് ചെയ്യണം? താത്തേക്കണം. കടയും കച്ചവടമൊക്കെ അപ്പം നിർത്തിക്കോണം. അല്ല വിളിച്ചു കഴിഞ്ഞാൽ പോയേക്കണം. അള്ളാഹു വിളിച്ചു കഴിഞ്ഞാൽ കട തന്നതല്ല, കച്ചവടം തന്നതല്ല. അള്ളാനെ മറന്ന ഇത് പൂട്ടും, എത്തിങ്ങാനയിലാവും, ഉള്ളതും കൂടെ പോകും. അപ്പം പിന്നെ അല്ല വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പോ, നിസ്കരിക്ക്, അത് കഴിഞ്ഞിട്ടുള്ള കച്ചവടം മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2 എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം എന്താണ്? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം, മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം, സ്വർഗത്തിൻ്റെ ചിത്രം കണ്ടുകൊണ്ട് മരിക്കണം. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം. പക്ഷേ എന്ത്, പൈസ കൊടുത്തിട്ട് നല്ല മരണം വാങ്ങാൻ പറ്റുമോ?
അല്ലാഹുവേ എനിക്ക് വെള്ളിയാഴ്ച രാവിലെ നല്ല മരണം വേണം, 10 ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ അല്ലാഹ് നിനക്ക് തരുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നിനക്കൊരു നല്ല മരണം നേടിയെടുക്കാൻ കഴിയുമോ? എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന നിങ്ങളിൽ പലരും പറയാറുണ്ട്, ഉസ്താദേ വാപ്പ മരിച്ചത് 17-ാം രാവിലാ, റമദാൻ 27-ലാണ്. പെണ്ണുങ്ങൾ പറയും, ഉസ്താദേ എൻ്റെ ഉമ്മാടെ വായിൽ സംസം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു, എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദേ. പറഞ്ഞുകൊണ്ട് നടന്നാ നിനക്കൊരു ചുക്കും കിട്ടൂല. നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചാ നിനക്കെന്തെങ്കിലും കിട്ടുമോ? ഒരിക്കലും നിനക്കൊന്നും കിട്ടില്ല. നിനക്ക് വല്ലതും വേണോ? ഉമ്മ വെള്ളിയാഴ്ചയാണ് മരിച്ചതെങ്കിൽ നീ റമദാനിലെ വെള്ളിയാഴ്ച മരിക്കണം. അപ്പോഴാ മകളാകുന്നത്, അപ്പോഴാണ് മകനാകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഖുർആനാ പറയുന്നത്, എനിക്കാരും 5 നയാ പൈസ തരണ്ട, നല്ല മരണമാർക്കാണ് വേണ്ടത് ഞാൻ നൽകാം, നല്ല മരണം വേണ്ടവർക്ക് ഞാൻ നൽകാം. വൽആഖിബത്തു ലിത്തഖ്വാ, നല്ല മരണം തരാമെന്നത് പറഞ്ഞത് അല്ലാഹുവാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങള്, മരിച്ചാ ഈമാനോടുകൂടി മരിക്കണം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അവനാണ് വിജയിച്ചവൻ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അവനാണ് വിജയിച്ചവനെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരനാണ് മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരനായിരുന്നടാ, പെണ്ണ് കെട്ടിയിട്ടില്ലടാ, അല്ലാഹുവേ യുവത്വമായിരുന്നു. മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കളെ പിടിച്ചുകൊണ്ട് വരികയാണ്. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ പോകുകയാണ്, തൂക്കിക്കൊല്ലാൻ പോകുകയാണ്. തൂക്കുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ, ചെറിയ പ്രായമാടാ, എന്തിനാ ചെറുപ്പത്തിലേ ചാകുന്നത്? എന്തിനാ ചെറുപ്പത്തിലേ ചാകുന്നത്? പുതിയ മതം കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇറങ്ങിടാടാ, അധികാരം തരാമടാ, പണം തരാമടാ, നീ കാണിക്കുന്ന പെണ്ണിന്റെ കൂടെ നിനക്ക് കിടക്കാമടാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സമ്മതിക്കാതെ നിന്നപ്പോ അവിടുന്ന് ശത്രുക്കളെ പറയുകയാ, കൊല്ലാൻ പോകുകയാണ്. നിനക്ക് വല്ല മോഹമുണ്ടെങ്കിൽ പറയടാ ഹുബൈബ്, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറയടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്നറിയുമോ? എനിക്കൊന്ന് നിസ്കരിക്കാൻ അവസരം തരുമോ? 2 റക്അത്ത് നമസ്കരിക്കാൻ അവിടെ അനുവാദം ചോദിക്കുകയാണ്. പടച്ചവനെ, ഉലവെടുത്തിട്ട് നിസ്കരിക്കുകയാണ്. 2 റക്അത്ത് നമസ്കരിക്കൂ. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, എപ്പ നമസ്കരിച്ചാൽ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നമസ്കരിക്കാറ്. പക്ഷേ ഇന്ന് ചെറിയ സൂറത്തുകളാണ് ഓതിയത്. കാരണം എന്തെന്നറിയുമോ? എന്റെ നമസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. ഹുബൈബിന്തിനാ അല്ലാഹ് ഭയപ്പെടുന്നത്? എടാ, ചിരിക്കുന്ന മുഖത്തോട് ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാർ കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. തന്റെ കഴുത്തിലേക്ക് കയറെടുത്തിടുകയാണ്. അല്ലാഹുവേ, ശത്രുക്കൾ ചെയ്തതെന്തെന്നറിയുമോ? അവിടത്തെ കഴുത്ത് കിബിലയുടെ എതിരെ തിരിച്ചു നിർത്തുകയാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു തൂക്കിക്കൊല്ലാൻ പോവാ. ചോദിച്ചു, എടാ, നിന്റെ കൂട്ടുകാരനാ നീ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, എനിക്ക് നിസ്കരിക്കണം. അനുവാദം കൊടുത്തു. എന്നിട്ട് ശത്രുക്കൾ കഴുകുമരത്തിൽ കയറ്റി നിർത്തിയിട്ട് കിബിലയുടെ എതിർഭാഗത്തേക്ക് നിർത്തി കഴുത്തിൽ മുറുക്കി.
കഴുത്തിൽ മുറുക്കി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വേദന സഹിക്കാൻ കഴിയാതെ പിടയുകയാ. ശത്രുക്കൾ മുഴുവനും താഴെ നിന്നിട്ട് കളിയാക്കി ചിരിക്കുക, താഴെ നിന്നിട്ട് കളിയാക്കി ചിരിക്കുക. ആ കളിയാക്കി ചിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. മലക്കുകൾ ഇറങ്ങി വന്നു, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇത് നിസ്കരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം, വായി നോക്കി നടക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല, ഇത് നിസ്കരിക്കുന്നവനുള്ള പ്രതിഫലമാണ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാടാ ഹുബൈബേ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? നോക്കടാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ സ്വർഗത്തിലെ പട്ടുവസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ? എന്തിനാ പേടിക്കുന്നത്? അവിടുന്ന് പറയുകയാ, റബ്ബിക്ക് റാളിയതൻ മർളിയാ. മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ, മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ. അല്ലാഹുവേ പ്രതിഫലം കേട്ടോ, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട. വാപ്പയുടെ ചാരത്ത് നിന്നിട്ട് മക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമല്ലോ എങ്കിൽ 5 നേരം നിസ്കരിക്കുന്ന വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആള് വേണ്ട. ഭാര്യയോ മക്കളോ കുടുംബക്കാരോ കൂടെ പുറപ്പോ ഭാര്യയോ ഒരാളുടെയും ആവശ്യം നിനക്ക് വേണ്ട. 5 നേരം നിസ്കരിക്കുന്ന പെങ്ങളെ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആര് പറഞ്ഞു തരുമെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെന്ന് പറയുന്ന, ഹുബൈബേ പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ മലക്കുകളെ പറഞ്ഞു കൊടുക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റൂഹ് പിടിക്കാൻ വന്ന മലക്ക് പറഞ്ഞു കൊടുത്തു, പറയടാ ഹുബൈബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കുന്നവന് ഷഹാദത്ത് കലിമ ആര് പറഞ്ഞു കൊടുക്കും? പറ, ആര് പറഞ്ഞു കൊടുക്കും? നിന്റെ പെണ്ണും പിള്ളയും മക്കളും വേണ്ട, നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കുടുംബക്കാരോ നിന്റെ കൂട്ടുകാരോ നിന്റെ ഒരാളും വേണ്ട. നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് പറഞ്ഞു തരും, പറയടാ ഞാൻ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ, പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അത് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സമയം 11 മണിയായി. നിർത്തട്ടെ? നിർത്താറായില്ലേ? നിങ്ങൾ വാച്ചി നോക്കുന്നു, ഞാനിപ്പോഴാണ് നോക്കിയേ. കറക്റ്റ് 11 മണിയായി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒറ്റ പ്രതിഫലം കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. 2, 1 നിസ്കരിക്കുന്നവനും മരിക്കുന്ന കാലം വരെ ഭക്ഷണം അള്ളാഹു തരും. 2 നല്ല മരണം തരും. 3 ഷഹാദത്ത് കലിമ അസ്റായീൽ പറഞ്ഞു തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4 നിന്റെ മയ്യത്ത് ആര് കബറടക്കും? നിന്റെ മയ്യത്ത് ആര് കബറടക്കും? മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കെട്ടി തൂക്കിയിട്ടിരിക്കുക, അഴിക്കാൻ വിട്ടില്ല. മയ്യത്ത് അഴിക്കാൻ അനുവദിക്കുന്നില്ല, കെട്ടി തൂക്കിയിട്ടിരിക്കുക. ശത്രുക്കൾ കാവൽ നിൽക്കുക, അവിടെ കടന്ന് പുഴുത്ത് നാറട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹാബ ഹുബൈബിന്റെ ജനാസ ആരാ കബറടക്കുന്നേ?
ഒരു ചെറുപ്പക്കാരനായ സഹാബി പറഞ്ഞു, ഞാൻ പോകാൻ നബിയെ, ഞാൻ പോയിട്ട് കബറടക്കാൻ നബിയെ. അങ്ങനെ ആ സഹാബി വര്യൻ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ശത്രുക്കൾ മുഴുവനും ഒരു ഭാഗത്തിങ്ങനെ കൂടി നിൽക്കുക. ഒരു പെണ്ണ് ഓടി വരുന്നു. സൗന്ദര്യവതിയായ നല്ല യുവത്വമുള്ള ഒരു പെണ്ണിങ്ങനെ ഓടി വരിക. ഓടി വന്നു ഈ ശത്രുക്കളുടെ മുന്നിൽ വന്നിട്ട് ആ പെണ്ണ് പറയുക, ഈ ഹുബൈബിൻ്റെ തലയാരാ എനിക്ക് വെട്ടിത്തരുന്നേ? ഈ ചത്തുകിടക്കുന്ന ഹുബൈബിൻ്റെ തല എനിക്ക് ആര് മുറിച്ചു തരും? എല്ലാവരും ചോദിച്ചു, എന്തിനാടി ഈ ചത്തുകിടക്കുന്നവൻ്റെ തല നിനക്ക് എന്തിനാ? അവൻ്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ. ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തല എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഈ പെണ്ണ് പറയാ, ഞാൻ ശപഥം ചെയ്തിരിക്ക, ഇവൻ്റെ തല വെട്ടിപ്പൊളിച്ച് തലച്ചോറെടുത്ത് മാറ്റിയിട്ട് ആ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാമെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്ക. ആരാ എനിക്കൊന്ന് കൊണ്ടു തരുന്നത്? വെറുതെ വേണ്ട, ആരാണോ ഈ ഹുബൈബിൻ്റെ തല മുറിച്ച് തരുന്നവന് അവന് ഞാൻ എൻ്റെ ശരീരം തരാം. ഇങ്ങനെ തുറന്നു കാണിക്കുക. ആ യുവത്യം, ആ ചെറുപ്പക്കാരിയായ പെണ്ണ് അവരുടെ മുന്നിൽ ശരീരം തുറന്നു കാണിച്ചിട്ട് പറഞ്ഞു, എനിക്കവൻ്റെ തല കൊണ്ടു തരുന്നവന് എൻ്റെ കൂടെ കടക്കാൻ ഞാൻ അവസരം തരാം. അല്ലാഹുവേ, ചെറുപ്പക്കാർ ഓടുകയാ. ഉബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തല വെട്ടാൻ വേണ്ടി വാളും പിടിച്ചുകൊണ്ട് എല്ലാവരും ഓടുമ്പോൾ ഈ സഹാബി വര്യം പറയുന്നു, ഒരു മരത്തിൻ്റെ മുകളിൽ കയറി, ഈന്തപ്പന മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് എന്താണ് നടക്കുന്നത് എന്ന് കാണാൻ മുകളിൽ കയറിയപ്പോൾ സുബ്ഹാനല്ലാഹ്, എന്തോ സംഭവിച്ചു. എല്ലാവരും ഓടുകയാണ്. 4 ഭാഗത്തേക്ക് തലവെട്ടാൻ പോയവന്മാരുടെ പൊടി പോലും കാണാനില്ല. എല്ലാവരും ഓടി. കുറേ സമയം കഴിഞ്ഞു ഈ മഹാൻ, ഈ സ്വഹാബി മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മയ്യത്ത് തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ജനാസ കാണുന്നില്ല, മയ്യത്ത് കാണുന്നില്ല. അല്ലാഹുവേ, പടച്ചവനെ, ചരിത്രം പറയുകയാ, പൊട്ടിക്കരഞ്ഞുകൊണ്ടില്ല ഹദ്റത്ത് റസൂലില്ല, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഓടുകയാ, മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടുകയാ. നടന്നത് മുഴുവനും പറഞ്ഞുകൊടുത്തു. നബിയേ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനാസ കാണുന്നില്ല. പ്രവാചകൻ പറഞ്ഞു, ഖബറടക്കി. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖബറടക്കി. ആര് ഖബറടക്കി നബിയേ? ആരാ ഖബറടക്കിയത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 നേരം നിസ്കരിക്കുന്ന വാപ്പ, ഇത് നിനക്ക് പാഠമാ, ഇത് ചരിത്രമാ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 5 നേരം നിസ്കരിക്കുന്ന നിനക്ക് അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ അള്ളാഹു നിനക്ക് ഭക്ഷണം തരും. 2, നിനക്ക് ഈമാനുള്ള മരണം തരും. 3, ഷഹാദത്ത് കലിമ മലക്കുകൾ പറഞ്ഞു തരും. 4, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഹുബൈബിൻ്റെ ജനാസ മലക്കുകൾ ഖബറടക്കി. സ്വഹാബാ, ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മയ്യത്ത് ഖബറടക്കിയതും മലക്കുകളാ. മോനെ, അവസാനത്തെ മോഹം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ സ്വഹാബി, നിസ്കാരത്തിന് സ്നേഹിച്ച സ്വഹാബി, ആ സ്വഹാബിയുടെ മയ്യത്ത് ഖബറടക്കിയത് മലക്കുകളാണ്. അല്ലാഹുവേ, ഈ രബീരം പള്ളിയിൽ നിന്റെ ജനാസ കൊണ്ടുവെക്കുമ്പോ ഈ പള്ളി തികയില്ലടാ മയ്യത്ത് നമസ്കാരത്തിന്. നിന്റെ ജനാസ ഈ പള്ളിയിൽ വരുന്നതിന് മുമ്പേ ഈ പള്ളിയും പള്ളിപ്പറമ്പും മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? ആരാ വരുന്നതെന്നറിയുമോ? അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത അല്ലാഹുവിൻ്റെ മലക്കുകൾ നിന്റെ മയ്യത്ത് നമസ്കരിക്കാ. അല്ലാഹുവേ, പള്ളിയിലേക്ക് കടന്നു വരികയാണ്, നിന്റെ മയ്യത്ത് ഖബറടക്കാ. അല്ലാഹുവിൻ്റെ മലക്കുകൾ വരുമെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഇതിനെക്കാളും എന്ത് പ്രതിഫലമാണ് വേണ്ടത്? ഇതിനെക്കാളും എന്ത് പ്രതിഫലമാണ് വേണ്ടത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ, അല്ലാഹുവിനെ നിങ്ങൾ മറന്നു പോകരുത്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാ, 2 കാര്യങ്ങൾ നിങ്ങൾ ഒരു നിമിഷം പോലും മറക്കരുത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്താ?
അല്ലാഹുവിനെ നീ എപ്പോഴും ഓർക്കണേ. അത് നിസ്കരിക്കുമ്പോഴാകട്ടെ, അത് ഖുർആൻ ഓതുമ്പോഴാകട്ടെ, അത് കള്ളു കുടിക്കുന്ന സമയത്താകട്ടെ, അത് വ്യഭിചരിക്കുന്ന സമയത്താകട്ടെ, അത് ഫോൺ വിളിക്കുന്ന സമയത്താകട്ടെ, ഏത് പാപം ചെയ്യുന്ന സമയത്താണെങ്കിലും എടാ ചെറുപ്പക്കാരാ, സുന്ദരിയായ പെണ്ണ് നിന്നെ വ്യഭിചരിക്കാൻ വിളിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ നിനക്ക് ഓർമ്മ വരണമടാ. ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനെ ചതിക്കുമ്പോ, കാമുകൻ നഗ്നചിത്രം ചോദിക്കുമ്പോ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എന്ത് ചെയ്യുമ്പോഴും നീ ചിന്തിച്ചോ, അല്ലാഹു ഹാലിരി, അല്ലാഹു ഹാലിറാട്, അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു സാക്ഷിയാണ്. പടച്ചവരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, മോളെ, മരണത്തിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞോ, എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാനുള്ള മരണം വേണോ പെങ്ങളെ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ. പടച്ചവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാതെ പരിശ്രമിക്കൂ. എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരു നിമിഷം പോലും നീ അല്ലാഹുവിനെ മറക്കല്ലേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കിക്കൊള്ളണം, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എല്ലാം അല്ലാഹ് കാണുന്നുണ്ട്. റബ്ബ് സാക്ഷിയാണ്. അല്ലാഹ് കാണുന്നുണ്ട്. നാളെ അല്ലാഹു നിന്നോട് ചോദിക്കും, എന്നോട് ചോദിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യാൻ സമയമായ, ആഹാരം പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇത്തിരി കൂടെ നീട്ടാൻ. ഇങ്ങനെ നീട്ടിയ ആഹാരം പൊതിയുന്നേ ഉള്ളെന്ന്. പൊതിയട്ടെ ഇൻഷാ അല്ലാഹ്. അത് വല്ലാത്ത അല്ല, പോത്തിറച്ചിയൊക്കെ പൊതിയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യം ഓർക്കണം. ഒന്ന്, അല്ലാഹനെ ഓർക്കണം. എന്തായാലും പൊതിയുന്നല്ലേ ഉള്ളൂ, വരുന്നത് വരെ ഒന്നുകൂടെ പറഞ്ഞൂടെ? വേണോ വേണ്ടേ? കൈ പൊക്കിക്കേ. പൈസ ഒതുക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. കിണിക്കൊന്നും വേണ്ട, മോതിരമൊക്കെ ഊരിക്കോ. എന്തായാലും മുടിയൊക്കെ നരച്ചു, പള്ളിക്കുഴി പോവാ. പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പോ. എന്തായാലും എന്തോപ്പാ ഫോണടിക്കണേ. അപ്പം രണ്ട്, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഓർക്കേണ്ട രണ്ടാമത്തെ കാര്യം, മരിക്കുമെന്ന് എപ്പോഴും ഓർക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തോർക്കണം? മരിച്ചു പോകുമെന്ന് എപ്പോഴും ഓർക്കണം, മറന്നേ പോകരുത്. നമുക്കാണെങ്കിൽ മരണത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഇഷ്ടമല്ല. മരിക്കൂന്ന് പറയുന്നത് തന്നെ, മരിച്ച വീട്ടിൽ പോകാൻ പേടി. ഉസ്താദന്മാർ മരണത്തെക്കുറിച്ച് വഴുതു പറയുന്നത് പേടി, എല്ലാം പേടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ മരണത്തെ ഓർക്ക്, എപ്പോഴും മരണത്തെ ഓർക്ക്. മരണത്തെ ഓർത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? മരണത്തെ ഓർത്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കണം. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രത്തിൽ കാണാം, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുന്നിലേക്ക് ഒരു ഗോത്രത്തിൽ നിന്ന് 3 പേര് വന്നു മുസ്ലിമാകാൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായി. എന്നിട്ട് ഇവർ 3 പേരും അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലാണ് താമസിച്ച്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകൻ ഒരു യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ 3 പേരിൽ ഒരാൾ മുത്തുനബിയുടെ മുന്നിൽ പോയി ആ യുദ്ധത്തിന് പോയി ഷഹീദായി. ആ മനുഷ്യൻ പോയി യുദ്ധത്തിന് പോയി ഷഹീദായി. രണ്ടാമത്തെ മനുഷ്യൻ
അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന രണ്ടാമത്തെ മനുഷ്യൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലൊരു യുദ്ധം വന്നു. അപ്പോഴും ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ യുദ്ധത്തിന് പോയി ഷഹീദായി. രണ്ടുപേരും മരിച്ചു. മൂന്നാമത്തെ മനുഷ്യൻ വീട്ടിൽ കിടന്ന് മരണപ്പെട്ടു. രണ്ടുപേര് യുദ്ധക്കളത്തിൽ പോയി ഷഹീദായി, ഒരാൾ വീട്ടിൽ വിരിപ്പിൽ കിടന്ന് മരിച്ചു. അങ്ങനെ 3 പേരും മരിച്ചു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സ്വപ്നം കണ്ടു ഇവരെ 3 പേരെയും സ്വപ്നം കണ്ടു. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുക. ഈ 3 പേരിൽ ആദ്യം സ്വർഗത്തിലേക്ക് കടന്നുപോയത് ഈ വീട്ടിലെ വിരിപ്പിനകത്ത് കടന്നു മരിച്ച മനുഷ്യനാണ്. രണ്ടാമത് സ്വർഗത്തിലേക്ക് കടത്തിവിട്ടത് രണ്ടാമത് യുദ്ധത്തിന് പോയ ആൾ. ഏറ്റവും അവസാനം സ്വർഗത്തിൽ കടന്നത് ഒന്നാമത്തെ യുദ്ധത്തിന് പോയ ഷഹീദ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് അത്ഭുതമായി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ശുഹദാഇനല്ലേ ഏറ്റവും കൂടുതൽ പ്രതിഫലം? ശുഹദാ അല്ലേ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്? യുദ്ധക്കളത്തിൽ പോയി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് വീട്ടിൽ കടന്ന് മരിച്ച മനുഷ്യനാ പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന് ഷഹീദിൻ്റെ കൂലിയ. കാരണം ഒന്നാമത് മുസ്ലിമായി മരിച്ച ആള് കുറച്ചമലേ ചെയ്തുള്ളൂ. രണ്ടാമത്തെ ആള് കുറച്ചുകൂടെ ചെയ്തു. മൂന്നാമത്തെ മനുഷ്യനോ കുറച്ചുകൂടെ അമലുകൾ ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞത് ദീർഘായുസ് അധികരിക്കുന്നത് നല്ലതാ, പക്ഷേ അതുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയണം. അല്ലാതെ വെറുതെ 10-30 കൊല്ലം 40 കൊല്ലം 90 വർഷം ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിനെ ഇബാദത്ത് കൊണ്ട് ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കകത്തിരുന്നിട്ട് ഷഹീദിന് കിട്ടുന്ന 7 പ്രതിഫലം പറഞ്ഞു കൊടുത്തു. ശുഹദാഇന് കിട്ടുന്ന 7 പ്രതിഫലത്തെക്കുറിച്ച് വഅദ് പറഞ്ഞു. വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുമോ നബിയെ? ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ, ഞങ്ങൾക്ക് യുദ്ധത്തിൽ പോകാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഷഹീദിൻ്റെ കൂലി കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആയിഷാ, ഷഹീദിന്റെ കൂലി വേണോ ആയിഷ? നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടണോ ആയിഷ? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പൊന്നുമോളെ, നാളെ ബദറിലും ഖുദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുടെ കൂടെ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, എല്ലാ ദിവസവും 20 പ്രാവശ്യം, എല്ലാ ദിവസവും 20 പ്രാവശ്യം ഞാൻ മരിക്കുമല്ലോ, ഞാൻ മരിക്കുമല്ലോ. പടച്ചവനെ, എന്തായാലും ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ. 20 പ്രാവശ്യം ആരെങ്കിലും മരണത്തെക്കുറിച്ച് ഓർത്താ അവന് നാളെ ശുഹദാഇന്റെ കൂലിയാ, അവൻ നാളെ ശുഹദാഇന്റെ കൂടെയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു, മുടിയെല്ലാം നരച്ചു കഴിഞ്ഞു. അള്ളാഹുവേ, ഒരുങ്ങാ സമയമായല്ലോ, തയ്യാറെടുക്കാ സമയമായല്ലോ. അതുകൊണ്ട് മരണത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഒരു ദിവസം എന്തായാലും മരിക്കുമല്ലോ. മരണത്തിന് വല്ലാത്ത വേദനയുണ്ടല്ലോ. അള്ളാഹുവല്ലേ പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണവേദന സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും ഓർമ്മപ്പെടുത്തിയില്ലേ. അതുകൊണ്ട് സ്നേഹനിധികളായ പെണ്ണുങ്ങളോട് പറയുകയാ, നീ പറ
പറയാറുണ്ട് പ്രസവത്തിന് മരണവേദനയാണെന്ന്. ഉമ്മ നീ പറയാറുണ്ട് പ്രസവത്തിന് മരണവേദനയാണെന്ന്. എങ്കിലും ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല, ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല. മരണവേദനയുടെ ഒരു അംശം മാത്രമാണ് പ്രസവവേദന. മരണവേദനയുടെ ഒരു അംശമാണ് പ്രസവവേദന. ഇതുപോലും താങ്ങാൻ കഴിയാതെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ കിടന്ന് നിലവിളിച്ചത് മറന്നുപോയോ? ആ വേദന അനുഭവിച്ചവളല്ലേ നീ? എന്നിട്ടെന്തേ നീ നിസ്കരിക്കാത്തത്? എന്നിട്ടെന്തേ നീ തലമറയ്ക്കാത്തത്? എന്നിട്ടെന്തേ നീ ഖുർആൻ ഓതാത്തത്? എന്നിട്ടെന്തേ നീ സ്വലാത്ത് പറയാത്തത്? എന്നിട്ടെന്തേ നീ സദഖ കൊടുക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. എപ്പോ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് കടന്നു വരുന്നതെന്നറിയില്ല. പടച്ചവനെ, 2-3 ദിവസം മുമ്പല്ലേ നിങ്ങളുടെ പരിസരമല്ലേ പന്തളമെന്ന് പറയുന്ന സ്ഥലം, അവിടെയല്ലേ ഒരു വാപ്പയും ഉമ്മയും ഭാര്യയും കൂടെ തിരുവനന്തപുരം എയർപോർട്ടിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ കൊണ്ട് എയർപോർട്ടിൽ നിന്ന് ഗൾഫിലേക്ക് യാത്രയാക്കുകയാ. അവിടെ നിന്ന് ടാറ്റ കാണിച്ചതിന്റെ പൊന്നുമോനെ എയർപോർട്ടിൽ നിന്ന് യാത്രയാക്കുകയാണ്. എന്നാൽ അതേ ഫ്ലൈറ്റ് പിറ്റേ ദിവസം എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോ അതേ ചെറുപ്പക്കാരൻ തിരിച്ചു വരികയാ. ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു വന്നോ. എന്തിനാ വന്നതെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മയ്യത്തിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടാനാ. ഇത്രയുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവേ ആ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ല. നിന്റെ ജീവൻ അത്രയേ വിലയുള്ളൂ. എപ്പോ എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ തേടി വരുമല്ലോ. എന്ത് ചെയ്യും ചെറുപ്പക്കാരാ? രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? നിന്നെ ആരാ രക്ഷപ്പെടുത്തുന്നത്? ആ മലക്കുകൾ കടന്നു വന്നു കഴിഞ്ഞാൽ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിന്റെ നേതൃത്വത്തില് 70 മുതൽ 70,000 മലക്കുകൾ നിന്നെ തേടി വന്ന. എത്ര വലിയ ആരോഗ്യമുള്ളവനാകട്ടെ, എത്ര വലിയ അധികാരമുള്ളവനാകട്ടെ, എത്ര വലിയ പണമുള്ളവനാകട്ടെ, മിണ്ടാതെ കടന്നു കൊടുക്കാനല്ലാതെ നിനക്കെന്ത് കഴിയാരാ? അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്, മോനെ ആ മരണം നിന്നെ തേടി വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു മിനിറ്റ് പോലും മാറില്ലല്ലോ. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീർ ബിമാ തഅമലൂൻ. ഒരു നിമിഷം പോലും അല്ലാഹു നിനക്ക് തരില്ല. ആരാ രക്ഷപ്പെടുത്തുക? ഒരാളും നിന്നെ സഹായിക്കാൻ കാണില്ല. കാരണം കല്ല ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ വമൻ അന്നഹുൽ ഫിറാഖ والتفت الساق للساق إلى ربك يومئذ المساق. നിന്നെ രക്ഷപ്പെടുത്താൻ ആരും വരില്ല. അതുകൊണ്ട് വാപ്പാ മരിക്കണ്ടവനാ, വാപ്പാ മരിക്കണ്ടവനാ. ചെറുപ്പക്കാരാ, ഒരു ദിവസം നീ മരിക്കണ്ടവനാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മരിക്കാൻ ക്യാൻസർ വേണ്ട, മരിക്കാൻ ട്യൂമർ വേണ്ട, മരിക്കാൻ കൊറോണ വേണ്ട, മരിക്കാൻ ശരീരം തളരണമെന്നില്ല, നിന്റെ കിഡ്നി തളരണമെന്നില്ല, ഒരു പനി പോലും വേണമെന്നില്ല. മോനെ പ്രായമാകണമെന്നാരാ പറഞ്ഞത്? മുടി നരയ്ക്കണമെന്നാരാ പറഞ്ഞത്? എപ്പോ വേണമെങ്കിലും മരണം നിന്നെ തേടി വരാ. തുഅമ്മിലു ഫിദ്ദുനിയാ തവീലം വലാ തദ്രീ
ലാ ജന്ന ലൈലൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. കവി ചോദിക്കുകയാ, മരിക്കാൻ ക്യാൻസറോ ട്യൂമറോ ഒന്നും വേണ്ട, സമയമായാ മതി, സമയമായാ മതി. കവി ചോദിക്കുന്നു, മോനെ, രാവിലെ ആരോഗ്യത്തോടുകൂടി നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നിന്റെ വാപ്പ എവിടെ? വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവച്ചത് നീ മറന്നുപോയോ?